മാപ്പർഹിക്കാത്ത തെറ്റ് കാലം ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി വെക്കും ജ്യോതിരാദിത്യ എന്ന കൊടും ചതിയനെക്കുറിച്ച്. വെറും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് തൻ്റെ അച്ഛൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പാരമ്പര്യം, തൻ്റെ അച്ഛനിലൂടെ 18 വർഷം താനും ആ പാരമ്പര്യത്തിലൂടെ മുന്നോട്ട് വന്നു. പക്ഷേ ഒരു സുപ്രധാന നിമിഷത്തിൽ കേന്ദ്രത്തിൽ വമ്പൻ കൂറ്റൻ വിജയത്തോടുകൂടി അധികാരത്തിലെത്തിയവരുടെ വിലപേശലിന് മുന്നിൽ തലകുനിച്ചു കൊടുത്ത് ആ പാരമ്പര്യത്തിൻ്റെ മഹിമ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാക്കിയ ജ്യോതിരാദിത്യ സിന്ധ്യ ചരിത്രം നിങ്ങളെ എഴുതി വെക്കും കൊടും ചതിയനെന്ന്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ BJP പ്രവർത്തകരും വലിയ ആഘോഷത്തിലാണ്. കാലം വിദൂരമല്ല, ഒരു നിമിഷം അധികാരം കോൺഗ്രസിൻ്റെയും കയ്യിലേക്ക് വരും. അന്ന് നിങ്ങളിൽ നിന്ന് ഇതുപോലെ കൂറുമാറി വരാൻ തയ്യാറായേക്കും ഈ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള ആളുകൾ. എന്തായാലും കോൺഗ്രസിന് നല്ലതാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കോൺഗ്രസിനെ കരകയറ്റാൻ ശ്രമിക്കാതെ കരകയറിയവരിലേക്ക് ഓടിക്കേറുന്നവർ തീർച്ചയായും അപകടകാരികളാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. കാരണം ഇന്ന് കോൺഗ്രസിൽ ഈ സമയം നിലനിൽക്കുന്നവരാണ് യഥാർത്ഥ ശക്തന്മാർ, യഥാർത്ഥ മതേതരത്വവാദികൾ. പറഞ്ഞു വരുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ 8ന്റെ പണി കൊടുത്ത് BJPയിലേക്ക് പോയ സമയത്തും പക്വമായ വസ്തുതാപരമായ വാക്കുകളാൽ ശ്രദ്ധിക്കപ്പെടുകയാണ് കമൽനാഥ് എന്ന മധ്യപ്രദേശിൻ്റെ ആർജവമുള്ള നേതാവ്. പശുവിൻ്റെ പേരിൽ ആക്രമണം സംഭവിച്ചപ്പോൾ അതിനെതിരെ നിയമം കൊണ്ടുവരികയും മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിനെതിരെ ശക്തമായ രീതിയിൽ ശബ്ദിക്കുകയും കർഷകരുടെ കടം എഴുതി തള്ളുകയും ചെയ്ത് ജനഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറിയ ആ ധീര നേതാവ് തൻ്റെ കയ്യിൽ നിന്ന് ഭരണം പോകുന്ന സാഹചര്യത്തിൽ തന്നെ ചതിച്ച ജ്യോതിരാദിത്യക്ക് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: പ്രതിപക്ഷത്ത് എത്രയോ കാലം ഇരുന്നവരാണ് ഞങ്ങൾ, എന്നും ഈ ഭരണം കയ്യിലുണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരുമല്ല ഞങ്ങൾ. മറിച്ച് ഭരണം കയ്യിലുണ്ടാകുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം പൊതുജനങ്ങളാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് പ്രതിപക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തിരുന്നാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പല രീതികളിലായിരിക്കുമെന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യക്ക് കമൽനാഥ് മറുപടി കൊടുക്കുമ്പോൾ കോൺഗ്രസ് മധ്യപ്രദേശിലെ അട്ടിമറിയെ നേരിട്ടത് ആർജവത്തോടു കൂടി തന്നെയാണ്. എന്തൊക്കെയോ വരാനുള്ള കാര്യങ്ങൾ അവർ മുൻകൂട്ടി കണ്ടിരുന്നു. ആ കാഴ്ചകൾക്ക് വ്യക്തമായ മറുപടി കൊടുത്ത് ആർജവത്തോടെ ജ്യോതിരാദിത്യ എന്ന ചതിയനെ നേരിടുന്ന കോൺഗ്രസ് നേതാക്കളുടെ മുഖം മറക്കാനാവുന്നില്ല. തീർച്ചയായും അത് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിന് ഒരു പുത്തൻ ഉണർവ് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കൂടെയുള്ള കള്ളന്മാർ അവരിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കകത്ത് ഇനിയുള്ളത് നല്ലവരാണ്. ആ നല്ലവർ മതി ഈ പാർട്ടിയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.